ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറേ ദിവസങ്ങളായില്ലേ നമ്മൾ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ വെക്കേഷൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോയപ്പോൾ അന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാത്രിക്ക് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ അവിടെ ബിരിയാണി വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നെയ്യും ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ലീഫ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സവാള കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 2-3 പച്ചമുളക്, അത് കീറാത്ത മുഴുവനായിട്ടുള്ള പച്ചമുളകില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി വേണം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ പാലക്കാടൻ ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തക്കാളി കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുത്താലാണ് ആ തക്കാളീൻ്റെ കളറും മുളക് പൊടീൻ്റെ കളറാണ് കേട്ടോ നമ്മൾ ബിരിയാണിക്ക് കിട്ടുന്നത്. എക്സ്ട്രാ ആയിട്ടുള്ള കളറ് കാര്യങ്ങളൊന്നും ആഡാക്കണില്ല കേട്ടോ. വേണമെങ്കിൽ ഇടാം, ഇപ്പോൾ ഇട്ടൊന്നും കൊടുക്കണില്ല. പിന്നെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് എടുത്ത് വെച്ചാൽ പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതൊക്കെ ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നല്ലേ ഇതിൽ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ വേറെ പൊടികൾ കാര്യങ്ങളൊന്നും ബിരിയാണി മസാല അങ്ങനത്തെ മസാലപ്പൊടി കാര്യങ്ങളൊന്നും കൂടുതലായി ഇട്ട് കൊടുക്കണില്ല. ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും 1 ടീസ്പൂണ് ഗരം മസാല, നമ്മൾ വീട്ടിൽ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ. പുറത്തുനിന്ന് മേടിച്ചതല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ വെള്ളമൊക്കെ വാർന്നിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ഇല്ലെങ്കിൽ പിന്നെ വെള്ളം കൂടി പോകാനുള്ള ചാൻസൊക്കെ കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് ബിരിയാണിക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ബിരിയാണിക്ക് 1.5, നെയ്ച്ചോറിന് 2 ആണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കുക. വെച്ചാൽ 1 കപ്പ് അരിയാണെങ്കിൽ അതിൽ 2 കപ്പ് വെള്ളം, അങ്ങനെയാണ് ബിരിയാണിക്ക് ഒഴിക്കാറുള്ളത്. പക്ഷെ നമ്മൾ തക്കാളിയും മസാലയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് കുറവാക്കിയിട്ട് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. എന്തായാലും ഒരു കപ്പ് വെള്ളവും പിന്നെ കുറച്ച് വെള്ളം തന്നെ ആവശ്യമുള്ളൂ കേട്ടോ. അത്രയും മതിയാവും കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ പിന്നെ അങ്ങനെ മൊത്തത്തിൽ കൂടുതൽ വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ വെള്ളം അധികം ആവശ്യം ഉണ്ടാവില്ല. കൂടുതൽ തക്കാളിയൊക്കെ ആഡാക്കുന്നത് കൊണ്ട് തന്നെ തക്കാളീൻ്റെ മസാലയും പിന്നെ ഇതിൽ നമ്മൾ തൈര്, ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന അതിൻ്റെ വെള്ളം അങ്ങനെയെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അങ്ങനെ ഇതവിടെ ചിക്കന് നമുക്ക് മസാലയിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തൈര് ഏകദേശം 1 കപ്പ് തൈരാണ് എടുക്കുന്നത്. ആ 1 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ വേവാനുള്ള നമ്മളിപ്പോൾ റൈസ് എത്ര എടുക്കണ അതിൻ്റെ ഡബിൾ വെള്ളമാണ് ഒഴിക്കേണ്ടത്. നമുക്ക് അപ്പം മസാലയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് വെള്ളം ഒഴിക്കാം. അപ്പോൾ ചിക്കൻ വേവാനായിട്ടുള്ള വെള്ളം നമുക്ക് ആദ്യം 1 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റൈസ് എടുത്തത് ഏത് പാത്രത്തിലാണോ ആ പാത്രത്തിൽ തന്നെ ഉണ്ടോ വെള്ളം ഒഴിക്കുക. അങ്ങനെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നാരങ്ങ നീര്, കുറച്ച് പറഞ്ഞാൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു നാരങ്ങയാണ്, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ. ഏകദേശം ഒരു വെന്ത് കിട്ടിയാൽ മതി. ഇനി നമ്മൾ ദമ്മ് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതെന്തായാലും വേവും. അപ്പോൾ അതുകൊണ്ട് ഒരു പകുതി വേവായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം കുതിർത്ത് മാറ്റിയിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതവിടെ നമ്മളിപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ദമ്മിടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതവിടെ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മണവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അപ്പോഴായിട്ട് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ആ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇനി കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ ഇതുവരെ പാലക്കാടൻ ബിരിയാണി ഉണ്ടാക്കി നോക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാലക്കാടൻ റാവുത്തർ സ്റ്റൈലുള്ള ബിരിയാണിയാണ്. പക്ക റാവുത്തർ സ്റ്റൈലുള്ള ബിരിയാണിയാണെന്ന് ചോദിച്ചാൽ അല്ലാട്ടോ, എന്തായാലും നമ്മുടേതായിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റായി അറിയിക്കുക കേട്ടോ. എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ. അങ്ങനെ അതവിടെ ബിരിയാണിയൊക്കെ നല്ല ദമ്മൊക്കെ പൊട്ടിച്ചപ്പോൾ നല്ല സ്മെല്ല് കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പാലക്കാടൻ ഭാഷയിൽ പറയണെങ്കിൽ കച്ചമ്പർ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ബിരിയാണീൻ്റെ ഒപ്പം കായ്ച്ചാറ് ഉണ്ടാക്കാറുണ്ട്. അത് എല്ലാവരും കഴിക്കണം എന്നില്ല, ഇഷ്ടമുള്ളവർ ഉണ്ടാക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കായ്ച്ചാറും. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അതിൻ്റെ റെസിപ്പീസ് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ. പിന്നല്ലേ ഷൂട്ട് ചെയ്തതൊക്കെ ഞാൻ പിറ്റത്തെ ദിവസമാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മൂത്തമ്മാൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് രണ്ടും 2 ദിവസത്തിലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഉമ്മാൻ്റെ തറവാടിൻ്റെ ആ ഭാഗത്താണ് കേട്ടോ മൂത്തമ്മ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടും അറിയിക്കണേ. കുറേ ആയില്ലേ നമ്മൾ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇടാൻ വൈകിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നല്ല, ഇപ്പോൾ വെക്കേഷന് കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ കുട്ടികളൊക്കെ എന്നും ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കും. ചൂട് കാര്യങ്ങളായതുകൊണ്ട് കുട്ടികളിപ്പോൾ പുറത്ത് പോയിട്ടൊന്നും കളിക്കാനൊന്നും വിടാറുമില്ല. അപ്പോൾ പിന്നെ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പിന്നെ വോയിസ് കൊടുക്കാനും ആകെ മൊത്തം ബഹളം കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റായി പോകണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ നമുക്ക് പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.